ഇതുവരെ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടില്ലാത്ത ഇത് കൈകൊണ്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് തരും. അതിനെക്കാട്ടി നല്ലത് ഇതുപോലത്തെ ചെറിയ ബോട്ടിൽ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതുവരെ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അവരെന്തായാലും ഇത് കണ്ടിരിക്കുക, അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെ ആയിരിക്കും കേട്ടോ ഇത്. ഫൗണ്ടേഷൻ എല്ലാവരും അതേപടി വാരി മുഖത്ത് പൊത്തി ഇരിക്കുകയല്ല ചെയ്യാറ്. അതിനു മുമ്പ് തന്നെ 2-3 സ്റ്റെപ്പ് ഉണ്ട്. ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫേസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യും. അതിനുശേഷം നമ്മൾ സ്കിന്നൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കും. ഈ 2 സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും നമ്മൾ ഫൗണ്ടേഷൻ മുഖത്ത് അപ്ലൈ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള നമ്മൾക്ക് ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ മണി ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ നമ്മൾ ഫൗണ്ടേഷൻ, നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ഏതെങ്കിലും ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉപയോഗിച്ച് നോക്കാൻ ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പറ്റിയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം ആ ഒരു ഫൗണ്ടേഷൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡാസ്ലറിൻ്റെ ഈ ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. ഇത് ലൈറ്റ് മാറി കളിക്കുന്നു. ഇതാണ് നമ്മുടെ ഡാസ്ലറിൻ്റെ ഫൗണ്ടേഷൻ. ഈ ഒരു ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ലിക്വിഡ് ആണ് ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. അതുപോലെ മോയ്സ്ചറൈസിങ് ഉണ്ട്. ഇത് 3 അടങ്ങിയിട്ടാണ്. ഫൗണ്ടേഷൻ ആണ്, അതുപോലെ മോയ്സ്ചറൈസിങ് ഉണ്ട്, പിന്നെ വിത്ത് സൺസ്ക്രീനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് സൺസ്ക്രീൻ ഇടേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ മോയ്സ്ചറൈസറും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ വേഗം തന്നെ തുടക്കക്കാരായിട്ടുള്ള നമുക്കൊക്കെ വേഗം തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞിട്ട് ലിക്വിഡാണ്. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അപ്ലിക്കേറ്റർ എന്ന് പറയുന്നത് ഇതാട്ടോ, ഇങ്ങനെയാട്ടോ, ഇങ്ങനെയാണ്. എന്നിട്ട് ഇതിങ്ങനെ നമ്മൾ ഫേസിൽ ഇങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അത്ര സ്റ്റെപ്പും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് കൈ കൊണ്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ വേഗം തന്നെ നമ്മൾ സ്കിന്നിലേക്ക് ഒബ്സർവ് ആയിക്കോളൂ കേട്ടോ. കണ്ടോ? പിന്നെ ഇതിൻ്റെ ടെക്സ്ചറിന് ഒരു ക്രീമി ഒക്കെ ആണെങ്കിൽ നമുക്ക് അത് നോർമലായിട്ടുള്ള സ്കിൻകാർക്കും അതുപോലെ തന്നെ ഡ്രൈ സ്കിൻകാർക്കും ഇത് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ തുടക്കക്കാരായതുകൊണ്ട് നമുക്ക് ഇതായിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഫോർമുലയ്ക്ക് നമുക്ക് ഏറ്റവും സ്യൂട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് കേട്ടോ. കണ്ടില്ലേ? ലൈറ്റ് ഇങ്ങനെ മാറി കളിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് തിരുമ്പോൾ ഇങ്ങോട്ട് തിരുമ്പോൾ ലൈറ്റിൻ്റെ ഇതിങ്ങനെ മാറുന്നുണ്ട്. അപ്പം കണ്ടില്ലേ, വേഗം തന്നെ ഇത് നമ്മളെ സ്കിന്നുമായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ വേഗം തന്നെ ഇത് ബ്ലെൻഡ് ആവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും 120 രൂപയുള്ളൂ കേട്ടോ. വെറും 120 രൂപയുള്ളൂ. അതുപോലെ തന്നെ ഇത് 27 ml ആണ് ഈ ഒരു ബോട്ടിൽ ഉണ്ടാവുക കേട്ടോ. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടക്കക്കാരായതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. കാരണം നമ്മളിപ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിലും അതുപോലെ തന്നെ നമുക്ക് കല്യാണം അങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ നമുക്ക് അധികം മേക്കപ്പ് ചെയ്യാതെ ഈ ഒരു ഒറ്റ സാധനം വെച്ചിട്ട് നമുക്ക് വേഗം തന്നെ ചെയ്തിട്ട് പോകാൻ പറ്റിയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ എന്ത് സാധനം വാങ്ങുകയാണെങ്കിലും ഇതുപോലെയുള്ള മിനി ബോട്ടിൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്ര ചെറിയ ബോട്ടിൽസ് ഉണ്ടാവും. അത് വാങ്ങി നിങ്ങൾ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യുക, എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നോക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ വലുത് വാങ്ങിയാൽ മതി. കാരണം നമ്മൾ യൂസ് ചെയ്യാതെ നമ്മളിപ്പോൾ വലിയ പൈസ കൊടുത്ത്, ഇപ്പോൾ തുടക്കക്കാരായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ബോട്ടിലൊക്കെ നിങ്ങൾക്ക് വാങ്ങിയാൽ മതി. അല്ലാതെ നമ്മൾ വേഗം തന്നെ നല്ല വിലേൻ്റെ സാധനം പോയി അതും ഇത്ര പോകുന്നതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമെന്ന് വെച്ചാൽ ഉണ്ടാവില്ല. പക്ഷെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് അത് നമുക്ക് വെറുതെ കളയേണ്ടി വരും. അതിനേക്കാട്ടി നല്ലത് ഇതുപോലത്തെ ചെറിയ ബോട്ടിലുകൾ വാങ്ങുക, എന്നിട്ട് യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇനി എങ്ങനെയാണ് നമുക്ക് മാച്ച് ആയിട്ടുള്ള ഷെയ്ഡ് കണ്ടെത്തുക എന്നുള്ളതാണ് കേട്ടോ.
അടുത്ത ഇത് എന്ന് പറയുന്നത്. അതിപ്പോൾ കണ്ടെത്താൻ വലിയ പണിയൊന്നുമില്ല. നിങ്ങൾ ഓൺലൈനിൽ വാങ്ങുന്നതിനെക്കാട്ടി നല്ലത് ഷോപ്പിൽ പോയിട്ട് അവിടെ ടെസ്റ്റർ, എല്ലാ ഷോപ്പിലും ഇപ്പോൾ ടെസ്റ്റർ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ആരെങ്കിലും ഉണ്ടാവും, അപ്പോൾ അവർ തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് തരും കേട്ടോ. അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ആൾക്കാരില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചൂസ് ചെയ്യണം എന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. എനിക്കങ്ങനെ അത്ര കറക്റ്റായിട്ടൊന്നും അറിയില്ല, എനിക്ക് അറിയുന്ന കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യം ഇതുപോലത്തെ അതിന് കുറച്ചെടുക്കുക, നിങ്ങളെ കയ്യിൽ എടുക്കാം. എന്നിട്ട് നിങ്ങളെ കഴുത്തിലോ ഫേസിലോ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ളത് കിട്ടും കേട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുക്കാഞ്ഞിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. വെയിറ്റ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ നമ്മൾ ഇട്ട ഈ സാധനം നമുക്ക് അപ്പം കാണുമ്പോൾ ലൈറ്റായിട്ട് നമ്മളെ കളറിനോട് മാച്ചായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ അത് ഡാർക്കായി മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് അത് ഡാർക്ക് ആവുമോ അല്ലെങ്കിൽ ലൈറ്റ് ആവുമോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നുമായിട്ട് അത് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കുക. എന്നിട്ട് മാത്രം സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുന്നത്. പിന്നെ വേറെ കുറേ രീതികളുണ്ട് കേട്ടോ. വാമ് കൂള് ടോൺ എന്നൊക്കെ പറഞ്ഞിട്ട് അതെനിക്കറിയില്ല കേട്ടോ. ഞാൻ സെലക്ട് ചെയ്യുന്ന രീതി തന്നെ ഈ ഒരു മെത്തേഡിലാണ് ഞാൻ എൻ്റെ ഷെയ്ഡ് കറക്റ്റ് കണ്ടുപിടിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ് ഇട്ടിട്ട് അറിയുന്നുണ്ടോ ഇല്ലല്ലോ. അപ്പോൾ എനിക്കിത് കറക്റ്റ് മാച്ച് ആയിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ തുടക്കക്കാരായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്, ഇങ്ങനെയാണ് നിങ്ങൾ ഷെയ്ഡ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു ഡാസ്ലറിൻ്റെ ലിക്വിഡ് മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീന് മേക്കപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ഫൗണ്ടേഷൻ കേട്ടോ. മേക്കപ്പ് എന്നല്ല കേട്ടോ, ഈ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും സ്യൂട്ടബിൾ ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് വേർത്താണോ എന്ന് വെച്ചാൽ വേർത്താണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആദ്യം ഇങ്ങനത്തെ ഒരു മിനി ബോട്ടിൽ വാങ്ങിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ നല്ല റേറ്റിൻ്റെ ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.